Question number 6. A train is moving with the speed at 12 meter per second on rails which are 1.5 meter apart. To negotiate a curve of radius 400 meter, the height by which the outer rail should be raised with respect to the inner rail. നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യമുണ്ട്, ഇവിടെ ഫ്രിക്ഷനെ കുറിച്ച് ഇവിടെ ക്വസ്റ്റനിൽ സംസാരിച്ചിട്ടില്ല, ഫ്രിക്ഷൻ ഇല്ല. അപ്പോൾ ഫ്രിക്ഷനെ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രിക്ഷനെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. കാരണം മ്യൂ എസിനെ ഞാൻ 0 ആക്കി ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടാൻ. നിങ്ങൾക്കറിയാം, നമ്മുടെ ഓപ്റ്റിമം സ്പീഡിന്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഫ്രം ദിസ് യു ക്യാൻ സേ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ജി. ദെൻ വി ഈസ് 12 സ്ക്വയർ ഡിവൈഡഡ് ബൈ റേഡിയസ് 400 ആണ്, ജി 10 എടുക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓർ 144 ഡിവൈഡഡ് ബൈ 4000 എന്ന് നമുക്കിവിടെ കിട്ടി. നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം, അവിടെ നിൽക്കട്ടെ. നൗ വാട്ട് വി ഹാവ് ടു ഡു, സി നമുക്ക് ആ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ദ ഇന്നർ റെയില് ഔട്ടർ റെയില് തമ്മിലുള്ള സെപ്പറേഷൻ ദാറ്റ് ഈസ് 1.5 മീറ്റർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് ഹൈറ്റ് ആണ്. നൗ ദിസ് ആംഗിൾ ദിസ് ഈസ് തീറ്റ. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? എത്ര ആംഗിൾ അല്ല, ഹൈറ്റ് അല്ലേ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. ദ ഹൈറ്റ് ആണ് നമ്മളോട് ചോദിച്ചുള്ളത്. ദിസ് ഈസ് ടു ബി ഫൗണ്ട് ഔട്ട്. ഫോർ ദാറ്റ് സി അഗെയിൻ യു ക്യാൻ റൈറ്റ് ടാൻ തീറ്റ. Tan theta is equal to h divided by 1.5. That is equation number 2, and this is equation number 1. Equating 1 and 2, we will get h divided by 1.5. 3 by 2 ആണ്. That is equal to 144 divided by 4000. After solving this, it can be easily found that h is equal to 5.4 centimeter എന്ന ആൻസറിലേക്ക് നമുക്ക് എത്താം. That means option 2 is the right answer. Option 2 is correct.